ഓ നബിദിനത്തിന് തെളിവുണ്ട് എന്നുള്ള പുസ്തകം തീർച്ചയായും ഞാനല്ല ഇമാം ബൈ. അള്ളാഹുവിന്റെ റസൂല് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ അർത്ഥം വിതരണം ചെയ്തതായി തെളിയിക്കാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഏതെങ്കിലും സ്വഹാബികൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇങ്ങനെ ചെയ്തതായി, നബിദിനം നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തതായി ഹദീസ് ഉദ്ധരിക്കാമോ? അതാണ് ചോദ്യം. ഹദീസ് ഉദ്ധരിക്കാമോ? ഒരു സംഭവം ഉദ്ധരിക്കാമോ? അതായി പറഞ്ഞത് ഹദീസ്. അതെ, ബൈഹഖിയുടെ ഹദീസാണ്. ഹദീസ് ഇടാ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഹദീസില് വളരെ വ്യക്തമായിട്ട് അതെ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന്റെ ശേഷം നബിതങ്ങൾ നബിക്ക് വേണ്ടി അറവ് നടത്തി എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തി എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയുണ്ടല്ലേ നിബിധങ്ങളുടെ മദ്രസ. അപ്പൊ മുജാഹിദിന് മറുപടി എന്താ? മദ്രസ ഇല്ല, പക്ഷെ മദ്രസയിലുള്ളത് ഇൽമാണ്, ഇൽമ പഠിപ്പിക്കലാണ്, അതൊന്നും ഉണ്ട്. അതന്നെ ഞങ്ങൾ ഈ പറയുന്നത്. ഇന്ന് കാലം അതെല്ലാം അങ്ങനെ നബിദിനം മാത്രമല്ല, സാൽവേഷൻ നടത്തൽ അത് ഹിജിറ 300 അല്ലേ, ഹിജിറ 10,000 ശേഷം വന്നതാണ് അല്ലേ സാൽവേഷൻ. നബിതങ്ങൾ സാൽവേഷനൊക്കെ ഒരു ഗ്രൗണ്ട് ചൂണ്ടിക്കാണിക്കാൻ. ഇപ്പൊ നബിദിനം എന്താ വനിതാ സമ്മേളനം. നബിന്റെ കാലത്ത് ആയിഷാ ബീവി ഉദ്ഘാടനം, ഫാത്തിമ ബീവി അധ്യക്ഷത. അങ്ങനെ ഉണ്ടോ ഒരു നബി ഒരു വനിതാ സമ്മേളനം? ഇല്ല. സംസ്ഥാന സമ്മേളനം മണ്ഡലം. എന്നിട്ട് എന്താ ചെയ്യാ? രാത്രി സമയത്തൊക്കെ സ്ത്രീകൾ എങ്ങനെ നടത്തിപ്പിക്കുക, പോസ്റ്റർ ഒട്ടിക്കാൻ അല്ലേ? എന്തൊരവസ്ഥ! മൗലവിമാര് ടോർച്ചടിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ളത് ഇതൊന്നും നബിന്റെ കാലത്തില്ല. അതും അൽമനാറുണ്ട് നബിന്റെ കാലത്ത്. പോകട്ടെ, ബുഖാരി നബിന്റെ കാലത്തുണ്ടോ? അങ്ങനെയുണ്ടോ? ബുഖാരി ഓതൽ മുമ്പ് അങ്ങനെയുണ്ടോ? അത് ഹിജ്റ 300 ഇന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കില്ല. അപ്പൊ അത് ഓതാൻ പാടില്ല. അതിന്റെ അസില് അതെ. ഞാൻ ചോദിച്ചെന്ന് ഒഴിഞ്ഞു മാറട്ടെ. ഇല്ലല്ലോ, ഞാൻ ചോദിച്ചത് ഇല്ല. ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഒരുപാട് സ്വഹാബികൾ ജീവിച്ചിട്ടുണ്ട്. അവരാരെങ്കിലും ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഒരു കാരക്ക കഷ്ണമെങ്കിലും അത് വിതരണം ചെയ്ത് നബിദിനം ആഘോഷിച്ചതായി തെളിയിക്കാൻ കഴിയുമോ? ഒരു ഹദീസ് വായിച്ച സംസാരിച്ചത് ശരിയില്ല. നന്നായി പഠിച്ചോളൂ. ഒരു കാര്യം പുണ്യമാണെന്ന് വന്നാൽ അതിന് പറ്റുന്ന ദിവസങ്ങൾ അതിനു വേണ്ടി നിശ്ചയിക്കലിൽ യാതൊരു പ്രശ്നവുമില്ല. പഠിച്ചു വെച്ചോളൂ. ഇവിടെ ജന്മദിനത്തിൽ സന്തോഷിക്കൽ തെറ്റല്ല എന്ന് വന്നു. ഇനി അതിനൊരു പ്രത്യേക ദിവസം നിശ്ചയിക്കാമോ? അതേ നിശ്ചയിക്കാം. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി ചില പുണ്യമായ കാര്യം തെരഞ്ഞെടുക്കും. മസ്ജിദുൽ ഖുബായിൽ സന്ദർശിക്കും. അപ്പയതാ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ശനിയാഴ്ചയും പോവും. ഇത് വിശദീകരിച്ച് പണ്ഡിതന്മാര് നബവിമാം അടക്കം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു കാര്യം പുണ്യമാണെന്ന് വന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യം നമുക്കൊരു പ്രത്യേക ദിവസത്തിൽ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അത് റബീഉൽ അവ്വൽ 12 തന്നെ തെളിവ് പറയുന്നത് ഇമാം സുയൂത്തിയാണ്, ഞാനല്ല. ഇനി ഞാൻ ഒന്ന് പറയട്ടെ. റബീഉൽ അവ്വൽ 12 തന്നെ സ്വഹാബത്ത് മൗലിദോദിയ സംഭവം ഞാൻ പറയാം. ഇല്ലാകുമെന്ന് വാക്ക് തന്നാൽ ഇൻഷാ അല്ലാഹ് അതും പറയും. അതല്ലേ ഞങ്ങൾ ഓരോ തെളിവ് ഇങ്ങനെ പുറത്തെടുക്കലാണ്. ഇനി എത്ര വരാണ്ട് ഞങ്ങൾ വിചാരിച്ചു. അതെ, ഞങ്ങളിവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ ഞങ്ങളെ പരിപാടിയിൽ വരാം. പറയട്ടെ സംഭവമുണ്ടെങ്കിൽ ഞങ്ങളിതാ ചോദിക്കുന്നു. പ്രവാചകൻ അങ്ങനെ പ്രത്യേകം ജന്മദിനത്തിൽ ആഘോഷിച്ചതായി തെളിവുണ്ടോ? ഹദീസ് വായിച്ചാൽ അല്ലാണ്ട് സുയൂത്തി പറഞ്ഞല്ല, ഹദീസ് വായിച്ചാൽ സ്വഹാബികൾ ആരെങ്കിലും അങ്ങനെ ആഘോഷിച്ചതായി ജന്മദിനത്തിൽ ആഘോഷിച്ചതായി തെളിവുണ്ടോ? അതിനൊരു പ്രത്യേക ദിവസം നിശ്ചയിക്കാമോ? നിശ്ചയിക്കാം. അതൊരു കാര്യം പുണ്യമാണെന്ന് വന്നാൽ അതിന് പ്രത്യേക ദിവസം നിശ്ചയിക്കുന്നത് കൊണ്ട് യാതൊരു
കുഴപ്പമില്ല. അത് ഞാൻ ഹദീസ് പറഞ്ഞുകൊണ്ട് തന്നെ തെളിയിച്ചു വളരെ വ്യക്തമായി. ഇനി ഞങ്ങളെല്ലാം പറഞ്ഞത് ഞങ്ങളെക്കാൾ വിവരമുള്ള ഇമാം യൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇനി കേട്ടോ, സ്വഹാബത്ത് വളരെ വ്യക്തമായി ഈ വിഷയം നിങ്ങൾ കേൾക്കണം. സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കിതാബ് അൻ-നിഅ്മത്തുൽ കുബ്ര. ഈ നിഅ്മത്തുൽ കുബ്ര എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിന്റെ ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. അള്ളാന്റെ റസൂലിന്റെ മൗലിദിന്റെ ഫളിൽ പറയുന്ന അധ്യായം എന്താ? ആല അബൂബക്കറിന് സിദ്ദീഖ്. ആ കിതാബാണ് വായിക്കുന്നത്, ഇബ്നു ഹജറിന്റെ കിതാബാണ് വായിക്കുന്നത്. കിതാബ് കൊണ്ടുവരാതെ ഞാൻ പേജുകൾ എടുത്ത് വായിച്ചിട്ടില്ല. ആല അബൂബക്കറിന് സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അള്ളാന്റെ റസൂലിന്റെ മൗലിദോടാൻ ഒരാൾ ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറയുന്നു. ഇമാം ഇബ്നു ഹജർ തന്റെ കിതാബിലത് രേഖപ്പെടുത്തുന്നു. പിടിച്ചോ, രണ്ടാമത്തത് വഖാല ഉമർ ഇബ്നുൽ ഖത്താബ്.